വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അണ്ടം ബീജവുമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടെ അടുത്തുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഏർലി പ്രഗ്നൻസി സിംറ്റംസിൽ ഏറ്റവും ആദ്യത്തേതെന്നാണ് സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു പോർഷനുകളിലൊക്കെ ഈ ഞരമ്പ് പിണഞ്ഞു കിടക്കുന്നത് പോലെ, ഒരു കുഞ്ഞു കട്ടയിൽ ഞരമ്പ് പിണഞ്ഞു കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ തൊടയിടുക്കിൻ്റെ ഭാഗത്തും അതുപോലെ കാൽമുട്ടിന് നേരെ പുറകിലുള്ള പോർഷനിലും അതിൻ്റെ കുറച്ച് താഴെയുള്ള ഭാഗത്തും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്പൈഡർ വെയിൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പൈഡർ വെയിൻസ് നോർമലി നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ രക്തയോട്ടത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്പൈഡർ വെയിൻസ് ഫോം ചെയ്യുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഇത് നമ്മുടെ ആ ഒരു വജൈനൽ പോർഷൻ ഇല്ലേ, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തൊക്കെ ഈ സ്പൈഡർ വെയിൻസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഹോർമോൺ ചേഞ്ചസിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും പലർക്കും ഏർലി സ്റ്റേജിൽ തന്നെ, പ്രഗ്നൻസിയുടെ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഈ ഒരു ലക്ഷണമൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് സ്പൈഡർ വെയിൻസ് നിങ്ങൾക്ക് രൂപപ്പെട്ടതെങ്കിൽ ഏകദേശം പ്രഗ്നൻസിയുടെ ആ ഒരു ട്രൈമസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് ക്ലിയർ ആകും. അല്ലാത്തവർക്ക് നേരെ മറിച്ച് ഒരു 3 മാസം, ആദ്യത്തെ 3 മാസമൊക്കെ ആകുമ്പോൾ തന്നെ സ്പൈഡർ വെയിൻസ് ക്യൂർ ആയി പോകാറുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഈ സ്പൈഡർ വെയിൻസ് അല്ലാതെ കുറച്ച് കട്ടിയിൽ തന്നെ വെരിക്കോസ് വെയിൻ രൂപപ്പെടാറുണ്ട്. ഇതും ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പ്രഗ്നൻസി ആയത് മൂലമാണ് ഇതുപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടായതെങ്കിൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും അത് ക്ലിയർ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു വജൈനൽ സ്കിന്നിലും അതായത് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടില്ലേ, ആ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഇതുപോലെ സ്പൈഡർ വെയിൻസ് കാണാനായിട്ട് സാധിക്കും. വെയിൻ പിണഞ്ഞു കിടക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ വേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ശരീരഭാഗത്ത് അപ്പോൾ ഇതുപോലുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ട് കൂടി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സ്പൈഡർ വെയിൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, കാലിലോട്ടൊക്കെ രക്തയോട്ടം നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓരോ ദിവസവും മുടങ്ങാതെ ചെയ്യുക. ഇത് കാലിലോട്ടും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടും ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിൽ നിന്ന് ആ ബ്ലഡ് നേരെ തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇത് ചെയ്യുന്നത് വഴി ഒരുക്കുന്നു. ഒപ്പം ലെഗ് അപ്പ് ദ വോൾ എക്സസൈസിനോട് കൂടെ നിങ്ങൾ മാലാസന എക്സസൈസും കൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് അണ്ടർ ആം ഡാർക്ക്നെസ് ഫീൽ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻ്റ് ആയില്ലെങ്കിലും അണ്ടർ ആമിൽ ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ PCODയുടെ കണ്ടീഷൻസ് ഉള്ളവർക്കാണ് ഇങ്ങനെ അണ്ടർ ആമിൽ ഡാർക്ക്നെസ് ഉണ്ടാവുന്നത് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് PCODയുടെ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അണ്ടർ ആം ഡാർക്കണായിട്ട് വരുന്നുണ്ടല്ലോ എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടും കൂടി ആകാം കേട്ടോ. നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മെലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ചസ് അണ്ടർആമിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ക്രീം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ഏതൊരു ഓയിൽമെൻറ്റോ ഏത് ബോഡി ലോഷനോ ആയിക്കോട്ടെ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡോക്ടറുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ എങ്കിലും ഒരു റെക്കമെൻഡേഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന നിങ്ങൾക്കിത് ബോഡിയിൽ വേണ്ടാത്ത എന്തെങ്കിലും ഐറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഞ്ഞിലോട്ടും കൂടി എഫക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന ഒരുപാട് ക്രീംസ് ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അലർജിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ മാസ്ക് ഓഫ് പ്രഗ്നൻസിയിൽ വരുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലുള്ളതാണ് നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ ബ്ലാക്ക് കളറായിട്ട് പോകുന്നത്. ഇത് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വളരെയധികം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കൂടാതെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ താഴെയുള്ള ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് കറുത്ത കളർ ഫീൽ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ നിപ്പിൾ ഭയങ്കര ഡാർക്കായിട്ട്
ഫീൽ ചെയ്യാം. ഇതൊക്കെ പ്രഗ്നൻസി മൂലമാണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 മാസമൊക്കെ, അതായത് ഹോർമോൺസ് കൂടുന്ന ഒരു മാസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതിനുശേഷം ഇത് ഗ്രാജുവലി കുറഞ്ഞു ഡെലിവറി ആയി കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ എത്തുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി പോകാനായിട്ടാണ് ചാൻസ്. അതല്ലാതെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി. ചില ആളുകൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കഴുത്തിന്റെ ചുറ്റുമൊക്കെ കറുത്ത പാടൊക്കെ വരുമ്പോഴേക്കും ചില ആളുകൾ വിചാരിക്കുന്നത് ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ബോഡിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ പ്രഗ്നൻസിയിൽ മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ ഒന്നും മുഖത്ത് ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഗ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ആൺകുട്ടിയുടെ പ്രഗ്നൻസി സിംറ്റം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. എന്തായാലും ഇതുപോലുള്ള മാറ്റം വരുമ്പോഴേക്കും നിങ്ങൾ ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാസ്ക് ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മഴക്കാലമാണ് പിന്നീട് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു പോകുക. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ നന്നായിട്ട് കഴിക്കുക കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അതായത് ഈ ഒരു കണ്ടീഷൻ വേഴ്സ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസും ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും വെള്ളം കുടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു ജ്യൂസിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ക്യൂക്കംബർ, വാട്ടർമെലൺ പോലുള്ള വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടി പറഞ്ഞത് എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ പീരീഡിനെ അപേക്ഷിച്ച് വളരെയധികം കുറവാണല്ലോ ബ്ലീഡിംഗ് എന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉടനെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, പ്രശ്നമൊന്നുമില്ല, മെഡിസിനൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അതുപോലെ ഒരുപാട് പേർക്ക് നേരത്തെ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ 100-ൽ 35%, 30% സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാണ് പലർക്കും തന്നെ മെജോറിറ്റി സ്ത്രീകൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ എത്രത്തോളമാണ് ബ്ലീഡിംഗ് വരുന്നതെന്ന് നോക്കുക. പ്രീവിയസ് മാസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ അത് പീരീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ ആ ഒരു ബ്ലീഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ യൂറിനിലായിരിക്കും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ HCG ഹോർമോണിന്റെ വാല്യൂ കൂടുതലുള്ളത്. അതുകൊണ്ട് ആ ഒരു യൂറിൻ എടുത്തിട്ട് മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.